ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഫ്താറിൻ്റെ സമയത്ത് നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. നോമ്പിൻ്റെ ക്ഷീണവും ദാഹമൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമ്മുടെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാൽ സോസ് പാനിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റർഡ് പൗഡർ ഒന്ന് കലക്കിയിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ പാല് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓപ്ഷണലാണ്, നിങ്ങളുടെ കൈമേലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചൂടായി കിടക്കുന്ന പാലൊന്ന് കുറച്ച് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം നൽകിയതിന് ശേഷം കട്ടകൊന്നും ഇല്ലാതെ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മധുരത്തിന് ആവശ്യമുള്ള ഷുഗറും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് ഷുഗറൊക്കെ ഒന്ന് മെൽറ്റാക്കിയിട്ടെടുക്കുക. ഷുഗറൊക്കെ നല്ലോണം മെൽറ്റായതിന് ശേഷം നോക്കിയപ്പോൾ കുറച്ചും കൂടി ഷുഗറിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണും കൂടി ഷുഗർ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തണുത്ത് വരുമ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണമെന്ന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കറിയാമല്ലോ, അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പാല് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ കുറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ തിളച്ച് കുറുകിയിട്ടെടുക്കണ്ട കേട്ടോ, നമുക്ക് ഡ്രിങ്കിൻ്റെ ലാണ് വേണ്ടത്. അപ്പോൾ ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് വാനില കസ്റ്റർഡ് പൗഡർ ആയതുകൊണ്ട് ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ പാകത്തിന് വെന്ത് കുറുകി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയ പാട് ഇങ്ങനെ ഇളക്കുന്നത് നിർത്തരുത് കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ പാടകളൊന്നും കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കാച്ചിട്ടെടുത്തിട്ടുള്ള ഈ പാലിൻ്റെ കൂട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ നല്ല തണുത്ത് കിട്ടിയിട്ട് വേണം നമുക്ക് ഡ്രിങ്ക് ആക്കിയിട്ടെടുക്കാനായിട്ട്. അപ്പോൾ ചൂടാറിയ ശേഷം ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. നമ്മൾ ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സബ്ജ സീഡ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കസകസ് ഞാൻ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സമയമാകുമ്പോൾ നല്ല കുതിർന്ന് കിട്ടിക്കോളും. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ജെല്ലി ഉണ്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ സ്ട്രോബെറി ഫ്ലേവറുള്ള ജെല്ലിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ ഉള്ളത് എടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് ഒരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് നല്ല മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. ഇതിലോട്ട് തിളച്ച വെള്ളം 1 കപ്പ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് തണുത്ത വെള്ളം നല്ല ഐസ് വാട്ടർ 1 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഇത് സെറ്റാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിന് ഈ ജെല്ലി ഫുള്ള് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി എടുത്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ പകുതി എടുത്താലും മതി. ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് സോസ് പാനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് പച്ചക്ക് വേണമെങ്കിലും ഡ്രിങ്കിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നല്ല ടേസ്റ്റുള്ളത് ഒന്നിങ്ങനെ വേവിച്ചിട്ട് ചേർക്കുന്ന സമയത്താണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ വേവിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം. ക്യാരറ്റ് ഒട്ടും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ നമ്മൾ ഡ്രിങ്കൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കിയിട്ടൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറി കിട്ടണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഷുഗറൊക്കെ മെൽറ്റായിട്ട് ക്യാരറ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. അധികം വെന്ത് കൊഴിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കാൻ വെക്കാം. നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ജെല്ലി കറക്റ്റ് പാകത്തിന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു സൈഡ് കംപ്ലീറ്റ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ തന്നെ വരഞ്ഞു കൊടുത്തതിന് ശേഷം വേണം ഇളക്കിയിട്ടെടുക്കാനായിട്ട്. ഇതുപോലെ സ്പാച്ചില കൊണ്ട് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്താൽ നമുക്ക് നല്ല സ്ക്വയർ പീസുള്ള ജെല്ലി കിട്ടും. ഇനി ഇതിൽ നിന്ന് ആവശ്യത്തിന് നമുക്ക് ഡ്രിങ്കിലോട്ട് ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ.
നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിട്ടുള്ള കസ്റ്റാർഡ് നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. ചേർക്കണ മുന്നേ നല്ല മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസകസ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ എത്രത്തോളം കിട്ടാൻ ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. കുറേ ചേർത്ത് കൊടുത്തിട്ട് ഫ്രൂട്ട് സലാഡ് പോലെ ആക്കരുത്. നമുക്ക് ഡ്രിങ്കായിട്ട് കുടിക്കാനാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളാണ്. അപ്പോൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ആപ്പിൾ ഇതിലോട്ട് ചേർക്കുന്ന സമയത്ത് മാത്രം ഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ മാറും. അല്ലെങ്കിൽ ഒരു തരി ഉപ്പ് ഇതിലോട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ കളറ് മാറാതെ കിട്ടും. ഒരു തരി ഉപ്പ് ഇട്ടാൽ കൂടി പോകരുത്. അപ്പോൾ ആവശ്യത്തിന് ആപ്പിളും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആദ്യം കുറേശ്ശെ ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് വേണം നമുക്ക് മിക്സ് ആക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് ബദാമും കുറച്ച് നട്ട്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സാക്കി നോക്കുക. നമുക്ക് എന്നിട്ട് എത്രത്തോളം വേണോ അതിനനുസരിച്ച് വേണമെങ്കിൽ ഒന്നും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മിക്സാക്കിയപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആവശ്യമുണ്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ആപ്പിളും കുറച്ച് ക്യാരറ്റും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിൽ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ ചേർക്കണ്ട. നമുക്കൊരു ഡ്രിങ്കായിട്ട് കുടിക്കുന്ന രീതിയിൽ എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അളവിൽ വേണം ആക്കിയിട്ടെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ജെല്ലിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ജെല്ലി നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. കുടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് നോക്കുക. എന്നിട്ട് മിക്സാക്കിയതിന് ശേഷം പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സാക്കി നോക്കിയപ്പോൾ കുറച്ചും കൂടി ചേർക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നിങ്ങൾ കുറേ അളവിൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൂട്ട് സലാഡ് പോലെ ആക്കിയിട്ടെടുക്കരുത്. അപ്പോൾ പാകത്തിനുള്ള ഒരളവിൽ വേണം ആക്കിയിട്ടെടുക്കാനായിട്ട്. ഇതിപ്പോൾ അത്യാവശ്യത്തിന് തണുപ്പുണ്ട്. ഇതിലും തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സെർവ് ചെയ്താൽ മതി. കൂടുതൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്താൽ വെള്ളത്തിൻ്റെ ഒരു പുളി വരും. അപ്പോൾ അതിനനുസരിച്ച് എത്രത്തോളം തണുപ്പ് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സെർവ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നോക്കുന്ന സമയത്ത് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.